നമസ്കാരം. അമ്മാവും നീയേ അപ്പാവും നീയേ, അൻപുടനെ ആദരിക്കും ദൈവവും നീയേ. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മുമ്പ്, 60-65 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കളത്തൂർ കണ്ണമ്മ എന്ന തമിഴ് സിനിമയിൽ 4-5 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു ബാലൻ പാടി അഭിനയിക്കുന്ന രംഗമാണിത്. 60 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ആ ബാലനടൻ ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന ഉലക നായകനായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ആരാണെന്ന മനസ്സിലായില്ലേ? നിങ്ങളും ഞാനും എല്ലാ ചലച്ചിത്ര പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന കമലഹാസൻ. കമലഹാസനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ഈ അനുഭവക്കുറിപ്പിൽ ഇന്ന് രേഖപ്പെടുത്തുന്നത്. 1977 സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അത് സംബന്ധമായ അവാർഡ് ദാന ചടങ്ങ് കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. 75 അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കേഷൻ ടൈമിൽ പാലക്കാട് വെച്ച് നടന്ന ഒരു, ഞാൻ തുടങ്ങിവെച്ച, സ്ഥാപക പ്രസിഡന്റായി തുടങ്ങിവെച്ച MT രക്ഷാധികാരിയായ സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന കോളേജ് വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക സംഘടന അന്ന് 23 കോളേജുകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഞങ്ങൾ തുടങ്ങിയത്. അവിടമായിരുന്നു അതിൻ്റെ കേന്ദ്രം. അവിടെ വെച്ച് തുടങ്ങിയ ആ സംഘടന അതിൻ്റെ 3ാം വാർഷിക യോഗത്തിൽ വെച്ച് ചില ചലച്ചിത്രകാരന്മാരെ ആദരിച്ചു. KP കുമാരന് അതിഥിക്കുള്ള ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് നൽകി. കമലഹാസന് മികച്ച നടൻ വിഷ്ണു വിജയം എന്ന ചിത്രത്തിലെ നായകനായിട്ട് അഭിനയത്തിന് അദ്ദേഹത്തിന് അവാർഡ് നൽകി ആദരിച്ചു. അവിടെ വെച്ചിട്ടാണ് ഞാൻ കമലഹാസനെ പരിചയപ്പെടുന്നത്. പിന്നീട് 2 വർഷം കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് വെച്ചിട്ട് സംസ്ഥാന അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് കമലഹാസനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ബാക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് അതിനു മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ള കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ 2-3 വയസ്സ് വ്യത്യാസം, ഞാൻ മൂത്താണ് പുള്ളിയെക്കാട്ടിലും. കാരണം ഞങ്ങൾ തമ്മിൽ പ്രായത്തെക്കുറിച്ച് അന്ന് സംസാരിച്ചു ആദ്യം കണ്ടപ്പോൾ. I think he was 20 then and I was 22 or 23. And അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം കഴിഞ്ഞു, പുറത്തിറങ്ങിയ 8 മാസങ്ങളായി. അതുകൊണ്ട് അദ്ദേഹം എന്നെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചു. മദ്രാസ് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ക്ഷണിച്ചു. മദ്രാസിൽ അദ്ദേഹം തന്നെ വീടെടുത്ത് തരാമെന്ന് പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാം. തമിഴിൽ ബാലചന്ദ്രൻ്റെ കൂടെയും മലയാളത്തിൽ സേതുമാധവൻ സാറിൻ്റെ കൂടെയൊക്കെ അദ്ദേഹം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഉള്ള എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിന് ഫിലിം മേക്കിങ്ങും പഠിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാനത് ആലോചിച്ചിട്ട് ഉത്തരം തരാം. ഞാനന്ന് 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒരു താൽക്കാലിക തൊഴിൽ ആയിട്ട് ഡോക്യുമെൻ്ററി മേക്കിംഗ് രംഗത്ത് പ്രവേശിച്ചിട്ട്. പക്ഷെ ഞാൻ തിരിച്ചു വന്ന അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് നിങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം തരൂ. അതിനു മുമ്പ് നമുക്ക് 2 പേർക്കും എനിക്ക് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒന്ന് പോകണം. അവിടെ പോയിട്ട് എനിക്ക് വേൾഡ് ക്ലാസിക്സ്, ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മികച്ച സിനിമകളുടെ ഒരു കളക്ഷൻ അതെനിക്ക് കാണണം. അത് താങ്കൾ എൻ്റെ കൂടെ വരണം. യാത്രാ ചെലവും താമസവും എല്ലാം ഞാൻ വഹിച്ചു കൊള്ളാം. ഒരു 10 മുതൽ 14 ദിവസം വരെയുള്ള ദിവസങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് തയ്യാറാണെങ്കിൽ 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് പുള്ളിക്ക് ഒഴിവുള്ള സമയത്ത് എന്നെ അറിയിക്കാം. ആ സമയത്ത് നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞു.
ഞാൻ അതും ആലോചിച്ചിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞു. തിരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ കമലഹാസൻ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് എനിക്കന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എന്നോട് ഇത്തരം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എന്ന് പ്രകടിപ്പിച്ചതാണ് എന്ന മട്ടിലും ഞാൻ അന്ന് എടുത്തു ഒരു പരിധിവരെ. എന്നാലും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഡയറക്ടർ PK നായർ സാറുമായിട്ട് ബന്ധപ്പെട്ടു. കമലഹാസൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അവിടെ വന്ന് താമസിച്ച് കുറേ സിനിമകൾ കാണണം എന്ന് പറയുന്നു. ആ സിനിമകളുടെ ഒരു ലിസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തു നായർ സാറിന്. അതിൽ നായർ സാറിന് താല്പര്യമുള്ള സിനിമകൾ കൂടെ അതിൽ ചേർക്കാം, അദ്ദേഹം താങ്കളെ ബന്ധപ്പെടും. ഞാൻ കമലഹാസന് ഒരു കത്തയച്ചു. ഇങ്ങനെ നായർ സാറിന് ഞാൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും മേൽവിലാസം തരുന്നു, സിനിമകളുടെ ലിസ്റ്റും അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് താങ്കൾ പോയി സിനിമകൾ കാണുക എന്ന് പറഞ്ഞ് അയച്ചു. അത് കഴിഞ്ഞ് എനിക്ക് അതിന് മറുപടി കിട്ടിയില്ല. മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ ചലച്ചിത്രമേള നടക്കുന്ന സമയത്ത്, ജനുവരി മാസമാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ നായർ സാറിനെ അവിടെ വെച്ച് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു നായർ സാറിനോട് ഇങ്ങനെ എന്തായി കമലഹാസൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കമലഹാസൻ ബന്ധപ്പെട്ടിരുന്നു, ഞാൻ അദ്ദേഹത്തെ വരാൻ പറഞ്ഞു. അദ്ദേഹം പൂനെയിൽ വന്നു, 10-12 ദിവസം താമസിച്ചു. 38-40 സിനിമകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാണിച്ചു കൊടുത്തു. തിയേറ്ററിൽ തന്നെ അതിന് സ്പെഷ്യൽ പേയ്മെൻ്റ് അടയ്ക്കണം, തിയേറ്റർ ചാർജ്, അത് അടച്ചു അദ്ദേഹം. പിന്നെ കൂടാതെ അദ്ദേഹം ചില സിനിമകളുടെ പ്രിന്റ് വേണമെന്ന് പറഞ്ഞു. ആ പ്രിന്റുകളുടെ പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ പ്രിന്റ് എടുത്ത് പുറകെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പേയ്മെന്റ് പിന്നീട് അയച്ചു തരികയും ആ പ്രിന്റുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും ചാപ്ലിന്റെ സിനിമകളിലാണ് അദ്ദേഹം കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ഈ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കമലഹാസൻ എന്നോട് പറഞ്ഞത് ഇത്രയും സീരിയസ് ആയിട്ടായിരുന്നു എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. അതിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നായർ സാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, താങ്കൾ പൂനെയിൽ പോയിരുന്നു, 40ഓളം സിനിമകൾ വേൾഡ് ക്ലാസിക്സ് കണ്ടിരുന്നു, കുറെ പ്രിന്റുകളും അവിടുന്ന് ശേഖരിച്ചിരുന്നു എന്നും മറ്റും. ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പ്രോഡക്റ്റാണ് താങ്കൾ, ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ പ്രോഡക്റ്റാണ്. അതിൽ പ്രവർത്തിക്കുന്ന താങ്കൾ ഇത്രയും ചെറുപ്പകാലത്ത് തന്നെ മുൻഗാമികളായ ലോക സിനിമയിലെ പ്രഗത്ഭരായ നടീനടന്മാരുടെ അഭിനയ പാഠവും ഫിലിം മേക്കേഴ്സിന്റെ സംവിധാന പാഠവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ക്ലാസിക്സുകൾ കാണുക എന്നുള്ളത് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുപോയ ചില നടീനടന്മാർ ചിലപ്പോൾ പൂനെയിൽ വന്നിട്ട് കാണാറുണ്ട്, അല്ലാതെ മറ്റു ഇൻഡസ്ട്രിയിലുള്ളവർ ഇത്രയും താല്പര്യമെടുക്കുന്ന എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത്രയും ലോക സിനിമ കാണാൻ താല്പര്യമെടുത്താൽ താങ്കൾ ഭാവിയിൽ ലോകമറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര അഭിനേതാവായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. താങ്കൾ ഒരു ഉലക നായകനായിട്ട് തന്നെ മാറും എന്ന് ഞാൻ കത്തയച്ചു. അപ്പോൾ അദ്ദേഹം താങ്ക്സ് പറഞ്ഞ് എനിക്ക് മറുപടി